ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. ഒരു കുട്ടി അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ, പ്രാർത്ഥിച്ചിട്ടും പെട്ടെന്ന് എന്താണ് ഫലം കിട്ടാത്തത്? അപ്പോൾ അച്ഛൻ ഒരു സൂത്രം പ്രയോഗിക്കുകയാണ്. അച്ഛൻ ഇങ്ങനെ ചെയ്യാണ്: 15 ചെറിയ പാക്കറ്റിൽ കപ്പലണ്ടി 5 രൂപയ്ക്ക് വിൽക്കാൻ കുട്ടിയോട് പറഞ്ഞ് കുട്ടിയെ വെളിയിലേക്ക് ഒറ്റയ്ക്ക് വിടുകയാണ്. കുട്ടി എത്തുന്നത് രാത്രി 6 മണിക്കാണ്. കുട്ടി എപ്പോഴാണ് പോയത്? 9 മണിക്ക്. അച്ഛൻ ചോദിച്ചു, എടാ മോനെ, ഞാൻ ഇന്നെ രാവിലെ 9 മണിക്കല്ലേ വിട്ട്, നീ എന്തിനാണ് രാത്രി 6 മണിക്ക് വന്നത്? അപ്പോൾ കുട്ടി പറഞ്ഞു, അച്ഛാ, 15 പാക്കറ്റ് വിറ്റ് തീർക്കാൻ 3 മണിക്കൂർ ആവണ്ടേ അച്ഛാ? വലിയ ആയൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നെ. അപ്പോൾ ആൾക്കാരൊക്കെ പെട്ടെന്ന് എന്നെ ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല എന്നെ. അപ്പോൾ അതുകൊണ്ടാണ് രാത്രി 6 മണി വരെ ആയെന്ന് പറയുകയാണ് മോൻ. അപ്പോൾ അച്ഛനും പറയുകയാണ്, പക്ഷേ നീ ഇത്രയും ക്ഷമയോടെ കാത്തിരുന്നില്ലേ? അതുകൊണ്ടല്ലേ 15 പാക്കറ്റ് കപ്പലണ്ടി വിറ്റ് തീർക്കാൻ പറ്റിയത്? അപ്പോൾ മകൻ പറഞ്ഞു, അതെ അച്ഛാ, ഇതുപോലെയാണ് പ്രാർത്ഥന. നാം പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അപ്പോൾ തന്നെ കിട്ടണമെന്നില്ല ഉത്തരം. ചിലപ്പോൾ 3 മാസം കാത്തിരിക്കേണ്ടി വരും, ചിലപ്പോൾ 3 വർഷം, ചിലപ്പോൾ 18 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. എന്ന് വെച്ച് ദൈവം നമ്മളെ കൈവിട്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ കാത്തിരിക്കണം. കാരണം ദൈവം നാം കാണാത്തപ്പോൾ ആയിരിക്കും, നാം തളർന്നപ്പോഴായിരിക്കും ദൈവം നമ്മുടെ കൈകളിൽ അതിന് ഉത്തരം തരുന്നത്. നാം കാണാത്ത സമയത്തും ദൈവം നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം കിട്ടാൻ വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. പക്ഷെ നാം അത് കാണുന്നില്ല എന്ന് മാത്രം. പക്ഷേ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. പ്രാർത്ഥിക്കുക, ദൈവത്തോട് കൂടെ നിൽക്കുക. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്കത് കിട്ടും. നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ സമയത്തിന് കിട്ടാത്തതിൻ്റെ പേരിൽ പിറപ്പിറക്കാതെ ദൈവത്തിന് എപ്പോഴാണോ സമയം ആ സമയത്തിന് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മനസ്സിലായോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആ മകനോട്. മകന് മനസ്സിലായി.